ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, ഇവിടെ ബോട്ടം വന്നിട്ടുള്ളത് 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുള്ള ചില സാഹചര്യങ്ങൾ ഈ സമയം വന്നേക്കാം. ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾക്കൊരു പുതിയ വഴി തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ ഈ സമയം ഉണ്ടാകാം. എന്നാൽ ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിട്ടുപോകാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ ആ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എന്നാലും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇനി ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ ഇനി ഇവിടെ തുടരേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് പുറത്തു പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നൽ വരുമായിരിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് പോവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനം എന്താണ്. അത്തരത്തിലൊരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. ഒരു മെസ്സേജ് പോലെ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷനിലൂടെ തോന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒരു വലിയ ലൈഫ് ചേഞ്ചിന് പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിനുള്ള ഒരു തീരുമാനം ഈ സമയം എടുക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അത് നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. ചില ആൾക്കാർ വീട് വിട്ട് പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ അത് ട്രാവലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ പുതിയൊരു വീട്ടിലേക്ക് മാറുന്ന ഒരു എനർജിയുമുണ്ട്. പിന്നെ ഇവിടെ ഡ്രീമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്, ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. അപ്പോഴാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എൻഡായി പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും ഈ ഒരു സമയം നിങ്ങൾക്ക് പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണത്. ചിലപ്പോൾ അതൊരു ന്യൂസായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസായിരിക്കാം, ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസായിരിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ന്യൂസ് തന്നെ ആയിരിക്കാം അത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു പോസിറ്റീവാണ്. ശരിക്കും ഇതിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളെപ്പറ്റി ചിന്തിച്ചിരുന്നത്, അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുവാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അതായത് പഴയ വിശ്വാസങ്ങളെയെല്ലാം നിങ്ങൾ വിട്ടുകളയുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ പരമ്പരാഗതമായിട്ട് തുടർന്ന് വന്ന ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഈ സമയം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. വളരെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ മാറ്റിക്കളയാനുള്ളൊരു ധൈര്യം ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മാജിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ മാജിക് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, അതായത് പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കാം. അന്നിങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. അതുപോലെ അനുഭവമാണ് ഏറ്റവും വലിയ പാഠം എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും വലിയ ഗുരു നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് നല്ല പാഠങ്ങളായിരിക്കാം. അപ്പോൾ അതിനാൽ തന്നെ ഇനിയുള്ള സമയം എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവാം. അബദ്ധം പറ്റിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ അബദ്ധങ്ങൾ ഇനിയും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആളുകളുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുമെന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ഈ സമയം ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. മാത്രമല്ല എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും മോശം എക്സ്പീരിയൻസ് കിട്ടിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മ തിരുത്തി എഴുതാനുള്ളൊരു അറിവും ബോധവും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഒരു സമയമാണ്. നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പാസ്റ്റിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും നിങ്ങൾ ഇമോഷണലി പാസ്റ്റിലേക്ക് പോകാതിരിക്കുക. നിങ്ങളൊരു പുതിയ പ്രതീക്ഷയിൽ കുറേ കാര്യങ്ങളൊക്കെ എൻഡായെന്ന് വിശ്വസിക്കുക. കാരണം അത് എൻഡായിട്ടുണ്ട്. മജീഷ്യനാണ്, ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്.
അപ്പോൾ ഇവിടെ ഇതിൽ ഒരു മാരേജ് ഫിക്സ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ശരിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹം നടക്കാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളതിനുള്ള ഒരു തയ്യാറെടുപ്പിലാകാം, അല്ലെങ്കിൽ ഒരു വിവാഹം അനൗൺസ് ചെയ്യാനുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ ഈ സമയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഒരുപക്ഷെ ചെയ്യുന്നുണ്ടായിരിക്കാം. കുട്ടികളെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കാനുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് നല്ല അഡ്വൈസൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷമൊക്കെയുള്ളൊരു എനർജിയാണ് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷമത്തിൻ്റെ എനർജിയിൽ തന്നെ ഇരിക്കാതിരിക്കുക. നിങ്ങളുടെ എഫേർട്ടിനുള്ള ആ ഒരു ഫലം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ കർമ്മയുടെ ഫലം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ സമയം വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള കുറേ അനുഭവങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒക്കെ ഈ ഒരു സമയം ദൈവം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ കുറേ ആൾക്കാർ ഈ സമയം ഒരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ തള്ളി പറഞ്ഞിരുന്ന ആളുകളുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ളൊരു അവസരം ഈ ഒരു സമയം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ കുറേ ആൾക്കാർക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടിയ എന്തോ ഒരു കാര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് മാത്രം അതിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നിരാശയിലിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഈശ്വരശക്തി നിങ്ങൾക്ക് അബൻഡൻസ് തരാനും നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ എത്ര എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. മറ്റുള്ളവർ എതിർത്താലും നിങ്ങളാണ് ശരി എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയാണെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എതിർപ്പുകൾ വന്നാലും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതിന് ഒരു ബൗണ്ടറി നിങ്ങൾ വയ്ക്കണമെന്നുള്ളതാണ്. അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ആരോഗ്യപരമായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ കുറച്ച് വാക്കുകളിൽ, അതായത് കാര്യമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിർത്തുക. നിങ്ങൾ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ഇടയുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയുമുണ്ട്. നിങ്ങൾ എന്തോ ഒരു കാര്യം ലൈഫ് ലോങ് ആയിട്ട് എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് താമസം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. ശരിക്കും നിങ്ങളുടെ
ഈ ഒരു സമയമെന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവാം. പാസ്റ്റിൽ പല കാര്യങ്ങളും എഫേർട്ട് എടുത്ത് ചെയ്തതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ചില ആൾക്കാർ നിങ്ങളുടെ ഫിനാൻസിനെ സംബന്ധിച്ച് വളരെ കരുതലുണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ സമയം ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ ചിലത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചാരിറ്റിയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്നും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ 9 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ ഫ്ലോയിൽ പോകുന്നതല്ല. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മനോബലം ഈ സമയം ഉണ്ടായിരിക്കും. നിങ്ങൾ വളരെ നെഗറ്റീവായി വിഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊരു പ്രത്യേക ഊർജം വരും. എന്ത് തടസ്സമുണ്ടെങ്കിലും എനിക്കത് ചെറുത്ത് നിൽക്കാൻ പറ്റും, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ദൈവമോ അല്ലെങ്കിൽ അസെൻഡിങ് മാസ്റ്റേഴ്സോ ഒക്കെ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്ന് തോന്നി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്താലും നിങ്ങൾക്കത് ഡിഫെൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. ഈ ഒരു സമയം എന്ത് കാര്യവും ഫേസ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് തോന്നിക്കുമെന്നുള്ളതാണ്. എന്തു തന്നെയായാലും എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റും, നിങ്ങളിലെ പേടിയൊക്കെ മാറ്റിയിട്ട് വളരെ ധൈര്യത്തോടു കൂടി നിങ്ങൾ വരുന്നത് വരട്ടെ എന്നൊരു ചിന്ത നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ചില ട്രാപ്പിലായിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞ് അതോർത്ത് പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങൾ വരുന്നത് വരട്ടെ, ഞാൻ ഫേസ് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ളൊരു തീരുമാനത്തിലാണെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നതിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത്, അത് സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്ട്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു സമയം തുടങ്ങി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. ശരിക്കും സാമ്പത്തികമായിട്ടും നിങ്ങൾ വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.